ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മോഹൻലാലിൻ്റെ എക്കാലത്തെയും ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്. അതായത് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും മോഹൻലാൽ ഫിലിമിൻ്റെ എല്ലാം റിവ്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കലാകാരനാണ് ശ്രീ മോഹൻലാൽ. അത്രമാത്രം അഭിനയ മികവ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയാം. ഈ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമ റിലീസായത് 1987 1987 റിലീസ് ചെയ്ത ഒരു ചലച്ചിത്രം. ആ കാലഘട്ടത്തിലേക്കൊന്ന് കടന്നുപോയി. ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. നമുക്കാകെ കാണുവാൻ പറ്റുന്നത് വല്ലപ്പോഴും ഒരു ഫിലിം മാത്രം, സിനിമ ആണ് നമുക്കന്ന് നമ്മുടെ നേരം പോക്കിന് കാണുവാൻ സാധിക്കുന്നത്. ഈ മനോഹര ചലച്ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കമൽ. ഇതിൻ്റെ മ്യൂസിക് ഔസേപ്പച്ചൻ. ഇതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു. ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല. ഇതിലെ ചലച്ചിത്ര ഗാനത്തിന് നമ്മുടെ പ്രിയങ്കരനായ KJ യേശുദാസിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തു. ബെസ്റ്റ് മെയിൽ സിംഗർ എന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അത്ര ഗാനങ്ങൾ കൊണ്ടും ഇതിൻ്റെ ഛായാഗ്രഹണം കൊണ്ടും ഒക്കെ അഭിനയം മികവ് കൊണ്ടും ഒക്കെ മികച്ച ഒരു ഫിലിം തന്നെയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം എന്നതിൽ യാതൊരു സംശയവുമില്ല. മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എബി എന്ന കഥാപാത്രത്തെയാണ്. അതുകൂടാതെ തിലകൻ ഒരു ചർച്ചിൻ്റെ പുരോഹിതനാണ് അദ്ദേഹം. ഇന്നസെൻറ്റ് ഔസേപ്പച്ചനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ MG സോമൻ, മാമുക്കോയ, ജനാർദ്ദനൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ, അതുപോലെ യദുകൃഷ്ണൻ, വത്സല മേനോൻ, കാർത്തിക ആനിമോൾ എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുകുമാരി കുഞ്ഞന്നാമ്മ, വിജി തമ്പി തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. തോമസ് എബ്രഹാമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് MG സോമൻ. തോമസ് എബ്രഹാമിൻ്റെ വൈഫാണ് വത്സല മേനോൻ. ചന്ദ്രാജി തെരുവ് നടൻ. ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല. അതിമനോഹരമായ ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. കാതിനിമ്പമുള്ള നല്ല മനോഹരമായ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നിരിക്കുന്നു. ഈ ചിത്രം കമൽ സംവിധാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം മേന്മകൾ അവകാശപ്പെടാവുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. ഇതിലെ കഥ എന്ന് പറയുന്നത്, ഇതിലെ എബി എന്ന കഥാപാത്രം തെരുവിൽ ആരുമില്ലാത്ത ഒരു അനാഥനാണ്. തെരുവിൽ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ തെരുവിൽ നടക്കുമ്പോൾ ഇദ്ദേഹം കുറച്ച് അനാഥരായ, പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വീടില്ലാതെ ഒക്കെ ആകുന്ന പലവിധമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് എബി എന്ന കഥാപാത്രം. വളരെ തെരുവ് ബാലന്മാരോടൊപ്പം ഇദ്ദേഹം ചെലവഴിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇതിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു നല്ല അനുഭവം തന്നെയാണ് ഈ സിനിമ കാണുക എന്നുള്ളത്. അപ്പോൾ പണ്ട് ഇദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ ഒരു തെരുവിൽ ഉള്ള ഒരാൾ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇതിലെ കഥ. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ അലയുന്ന സമയത്ത് തിലകൻ
അദ്ദേഹം ഒരു ചർച്ചിൻ്റെ പുരോഹിതനാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴാണ് തൻ്റെ കഥ അദ്ദേഹം പറയുന്നത്. തൻ്റെ കഥ എന്ന് പറയുന്നത് തന്നെ കുഞ്ഞുനാളിൽ തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒരാൾ തട്ടിക്കൊണ്ട് പോവുകയും അയാൾ പല വിധത്തിൽ ഇദ്ദേഹത്തെ അബ്യൂസ് ചെയ്യുകയും, അതായത് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരവസരത്തിൽ ഇദ്ദേഹം അവിടെ നിന്നും ഓടിപ്പോകുന്നു. അദ്ദേഹത്തെ എം ജി സോമൻ എന്ന ധനികനായ ഒരാൾ അദ്ദേഹത്തെ, അതായത് തോമസ് എബ്രഹാമായിട്ട് ഇതിൽ എം ജി സോമനാണ് വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ദത്തെടുത്ത് വളർത്തുകയാണ്, വേണ്ടതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പിണങ്ങിപ്പോയ ഭാര്യയായിട്ട് വേഷം ചെയ്തിരിക്കുന്നത് വത്സല മേനോൻ. അവർ തിരിച്ചു വരികയും അവരും അവരുടെ കൂട്ടരുമൊക്കെ തിരിച്ചു വരികയും തോമസ് എബ്രഹാമുമായിട്ടുള്ള വഴക്കിൽ തോമസ് എബ്രഹാം മരണപ്പെടുന്നു. അപ്പോൾ വീണ്ടും എബി അനാഥനാവുകയാണ്, ഭവനരഹിതനായിട്ട് മാറുന്നു. എബി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ തെരുവിൽ അലയുകയാണ്. തെരുവിലുള്ള കുട്ടികളെയൊക്കെ കൂടെ കൂട്ടുന്നു. അവർക്ക് വേണ്ട തെരുവിൽ ഇവരിങ്ങനെ കഴിച്ചു കൂട്ടുന്നത് അന്നുള്ള അവർക്ക് വേണ്ട ഫുഡൊക്കെ ലഭിക്കുന്നത് മാന്ത്രികമൊക്കെ ചെയ്താണ്. ചില ചെപ്പടി വിദ്യകൾ മാന്ത്രികമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയാണ് അവർ അന്നുള്ള അന്നം തേടുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പുരോഹിതനെ ഫാദറായിട്ട് വേഷം ചെയ്യുന്നത് തിലകൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും എബിയുടെ കഥ വിവരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പുരോഹിതൻ പറയുന്നു, കുട്ടികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, അവരെ സ്കൂളിൽ അയക്കണം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒരു കഥയുടെ ഒഴുക്കാണ്, ഒഴുകി പോവുകയാണ്. അതിമനോഹരമായ കഥയാണ്. ഇങ്ങനെ അപ്പോൾ അങ്ങനെ എബിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഫാദർ ചെയ്തു കൊടുക്കുന്നു. അതിനുവേണ്ടി ഒരു ഫാം തുടങ്ങുവാനുള്ള ഒരു സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുകയും അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇതിലെ നായികയുടെ രംഗപ്രവേശം. നായികയായിട്ട് കാർത്തികയാണ് വേഷം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ അഭിനയമാണ് കാർത്തിക കാഴ്ചവെച്ചത്. കാർത്തിക ആനിമോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് ഔസേപ്പച്ചൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും എബിക്ക് പിന്നീടാണ് അറിയുന്നത് ഒരു മാരക രോഗം എബിക്ക് വന്നു. അങ്ങനെ എബി മരണമടയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും മനോഹരമായൊരു ചലച്ചിത്രമാണിത്.